Hello, am I audible? Okay. Okay. Yesterday we are discussing about what series and parallel connection of resistors in a network. Okay. And we already discussed about what is the conditions when the resistors are contained in series and what is the conditions when resistors are contained in parallel. Okay. And in the case of series connection, we know that the current is same and the voltage is different. And in the case of parallel connection, the voltage remains the same, or the voltage across each resistor is same and the current will vary. Okay. Then now we have to go for solving the resistor networks. Okay. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ കണക്ഷൻസ് ഒക്കെ പഠിച്ചു, അതിൽ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ പഠിച്ചു. ആൻഡ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് കണക്റ്റഡ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്തായിരുന്നു? ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. മീൻസ് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അത്രയും റെസിസ്റ്റേഴ്സ് ഡയറക്ട്ലി ആഡ് ചെയ്യും. ഓക്കെ. ആൻഡ് ഇഫ് ദ റെസിസ്റ്റേഴ്സ് ആർ കണ്ടന്റ് ഇൻ പാരലൽ, ദെൻ എന്താണ്? Equivalent resistance is equal to what? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 അങ്ങനെ പോകും. ഓക്കെ. അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പം നൗ വി ഹാവ് ടു ഗോ ഫോർ സോൾവിങ് ദ റെസിസ്റ്റർ നെറ്റ്വർക്ക്സ്. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ റെസിസ്റ്റേഴ്സിന്റെ കണക്ഷൻ, വെദർ ഇറ്റ് ഈസ് സീരീസ് ഓർ പാരലൽ, അത് നോക്കി നമുക്ക് ആ ഒരു നെറ്റ്വർക്കിനെ എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ. അതാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നല്ല ബേസിക്സ് ആണ്. അപ്പൊ ഇതാണ് എന്താ ഒരു ഏറ്റവും സിമ്പിൾ ഓർ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് അനാലിസിസ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ. ഇതാണ് സ്റ്റാർട്ടിങ്. ഇനി ഇത് തൊട്ട് പല പല ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും, നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ. കുറെ കോംപ്ലക്സ് ആയിട്ടുള്ളതും അങ്ങനത്തെ പല നെറ്റ്വർക്ക്സും ഉണ്ടാവും. ഓക്കെ. ബട്ട് ഇതൊക്കെ ഈ ബേസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ നല്ല തെറവായി ബേസ് ഒക്കെ ആ ലോജിക്ക് മനസ്സിലാക്കി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, എല്ലാ സർക്യൂട്ട്സും സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു റെസിസ്റ്റർ നെറ്റ്വർക്കിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓക്കെ. സംടൈംസ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ. നെറ്റ്വർക്കിന്റെ ഡ്രോയിങ്സ് ഉണ്ടാവും. ഓക്കെ. ബട്ട് സംടൈംസ് നെറ്റ്വർക്ക് ഡ്രോയിങ്സ് ഉണ്ടാവില്ല. നിങ്ങളോട് ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയാ ചെയ്യുക, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് പറയാ ചെയ്യാം. Two resistors are connected in series and that is connected to another parallel connector resistors and 10 watt supply is given. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാകുക. Okay, but you have to read the question carefully and you have to make a drawing of the resistor network. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നീറ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നോക്കി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് നമ്മൾ ഡ്രോ ചെയ്ത് വെക്കാം. ഓക്കെ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഡ്രോ ചെയ്താൽ മാത്രം പോരാ, ഇപ്പൊ റെസിസ്റ്റർ നെറ്റ്വർക്ക് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, അതിലുള്ള ഈച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഓക്കെ. ഓരോ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ റെസിസ്റ്റേഴ്സിന് R1 R2 R3 വാല്യൂസ് കൊടുക്കുക. ഇഫ് ഇറ്റ്സ് വാല്യൂസ് ഓൺലി ഓൾസോ ഗിവൺ, ദെൻ എന്താണ്, ഇപ്പൊ R1ന്റെ വാല്യൂ 10 ഓം, R2 is equal to 5 ഓം, അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതും നെറ്റ്വർക്കിൽ മാർക്ക് ചെയ്യുക. R1 is equal to this much ohm, R2 is equal to this much ohm, അത് അതിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. ആൻഡ് ഓൾസോ അതിന്റെ ഇപ്പൊ വോൾട്ടേജ്, അതിന്റെ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാത്രം പോരാ, എല്ലാ നൊട്ടേഷൻസും മാറും. ഓക്കെ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ വെദർ ദ റെസിസ്റ്റേഴ്സ് ആർ ഇൻ parallel or some combination. Okay. Next we have to check whether the given resistors in a networks are connected in series or parallel or some other combination. Okay. Only series and parallel മാത്രമല്ല നമ്മൾ ഇപ്പോഴും അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് വേറെയും കണക്ഷൻസ് മീൻസ് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ, അങ്ങനത്തെ കുറച്ച് കൺവേർഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സർക്യൂട്ട് ഡ്രോ ചെയ്യുക, എല്ലാ നൊട്ടേഷൻസും മാർക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, എവിടെയൊക്കെയാണ് ആ റെസിസ്റ്റേഴ്സ് ഒക്കെ സീരീസ് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ പാരലൽ കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് മനസ്സിലാക്കുക എവിടെയൊക്കെയാണ് സീരീസ് കണക്ഷൻ വരുന്നത്, എവിടെയൊക്കെയാണ് പാരലൽ കണക്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഡിറ്റർമൈൻ വാട്ട് ഈസ് ബീൻ ആസ്ക്ഡ്. ഓക്കെ. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും
you should find out the equivalent resistance value. അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R1, അല്ലെങ്കിൽ കറണ്ട് ത്രൂ റെസിസ്റ്റർ R2. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം R1 റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, R1 അക്രോസ് വോൾട്ടേജ് ആണ് കാണേണ്ടത്. സോ അതിൽ കൂടുതൽ റെസിസ്റ്റൻസ് വാല്യൂ അറിയാം. ഇനി അതിൽ കൂടുതൽ കറണ്ട് വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ പെർട്ടിക്കുലർ റെസിസ്റ്റൻസ്, അത് തന്നെയാണ് വോൾട്ടേജ് അക്രോസ് എ പെർട്ടിക്കുലർ റെസിസ്റ്റൻസ്. ഓക്കെ, അതർവൈസ് കറണ്ട് ത്രൂ എ പെർട്ടിക്കുലർ റെസിസ്റ്റർ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വി ഹാവ് ടു മേക്ക് എ ഡ്രോയിങ്സ് ഓഫ് ദ റെസിസ്റ്റർ നെറ്റ്വർക്ക്, ദെൻ ഡിറ്റർമൈൻ വെദർ ദ റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ്, പാരലൽ ഓർ എനി അതർ കോമ്പിനേഷൻ. Okay, then determine what is being asked. Okay, sometimes it will be asking to find out the equivalent resistance, or sometimes potential difference across a particular resistance, or sometimes it will be asking to find the current through a particular resistor. Okay, ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അധികം ചോദിക്കുന്നുണ്ടാകുക. ഓക്കെ, then എന്ത് വേണം? Then we have to solve the simplest parts of the network first. Okay, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു വെച്ചു, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഒക്കെ മനസ്സിലാക്കി വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് സോൾവ് ദ സിംപ്ലസ്റ്റ് പാർട്സ് ഓഫ് ദ നെറ്റ്വർക്ക് ഫസ്റ്റ്. ഓക്കെ, ആദ്യം നമ്മൾ അതിന്റെ സിംപ്ലസ്റ്റ് പാർട്സിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഒന്നിനെ ഇപ്പം 2 റെസിസ്റ്റേഴ്സ് സീരീസ് കണക്റ്റഡ് ആണെങ്കിൽ അതായിരിക്കും സിംപ്ലസ്റ്റ്. കാരണം സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ദെൻ റീഡ്രോ ദ നെറ്റ്വർക്ക് യൂസിങ് ദ ജസ്റ്റ് കാൽക്കുലേറ്റഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ സിംപ്ലസ്റ്റ് പാർട്ട് നോക്കി അവിടെ സോൾവ് ചെയ്തു. ആ ഒരു പാർട്ട് മാത്രം സോൾവ് ചെയ്തു. ചിലപ്പോൾ 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 റെസിസ്റ്റൻസ് പാരലൽ ആയിരിക്കാം. ഓക്കെ, ഏതാണ് സിംപ്ലസ്റ്റ് പാർട്ട് നോക്കി ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു നെറ്റ്വർക്ക് സർക്യൂട്ട് വീണ്ടും റീഡ്രോ ചെയ്യണം. എങ്ങനെ റീഡ്രോ ചെയ്യണം? ബൈ യൂസിങ് ദ ജസ്റ്റ് കാൽക്കുലേറ്റഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വരച്ച ഡ്രോയിങ്സിന് റീഡ്രോ ചെയ്ത് വെക്കുക. എങ്ങനെ വെക്കുക? നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്ന രീതിയിൽ അതിനെ റീഡ്രോ ചെയ്യാം. ഓക്കെ, ആൻഡ് അഗെയിൻ നമ്മൾ നെക്സ്റ്റ് സിംപ്ലസ്റ്റ് പാർട്ട് നോക്കിയിട്ട് വീണ്ടും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തിട്ട് വീണ്ടും അതിനെ റീഡ്രോ ചെയ്ത് വെക്കുക വിത്ത് ദ ജസ്റ്റ് കാൽക്കുലേറ്റഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇങ്ങനെ ആ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് ഒറ്റ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് മാത്രം സർക്യൂട്ടിൽ ലെഫ്റ്റ് ആവുന്ന രീതിയിൽ നമ്മളത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിപ്പീറ്റ് കാൽക്കുലേറ്റിംഗ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അൺടിൽ ഓൺലി 1 എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലെഫ്റ്റ്. ഓക്കെ, അത്ര വരെ ആ സർക്യൂട്ടിൽ നമ്മൾ സോൾവ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സോൾവ് ചെയ്ത് വരിക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മളൊരു റെസിസ്റ്റർ നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പോയിന്റ്സ് മാത്രം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നാലും എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? സോൾവിങ് resistor networks, അതിലെ points to ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഗിവൺ ദ ഫോളോയിങ് സർക്യൂട്ട്. നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഹിയർ എന്താണ്? ഡയറക്ട്ലി ആ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ഡ്രോയിങ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഹിയർ വി ക്യാൻ സീ ദർ ആർ 3 റെസിസ്റ്റേഴ്സ്. One is 4 ohm resistor which is connected in series to the parallel combination of another 2 resistors having values 6 ohm and 3 ohm respectively. Okay, ഇതാണ് connection and the circuit supply voltage is 18 volt. Okay, DC source ആണ്. ഇതാണ് എന്ത്? നമുക്ക് തന്നിരിക്കുന്ന
നെറ്റ്വർക്ക് ഡ്രോയിങ്. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് ഡ്രോയിങ് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? What is the equivalent resistance and what is the current through each resistor? That is the question. കണ്ടോ, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടേം ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കും. ഇതിൽ എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആൻഡ് ഓൾസോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓക്കെ, ദീസ് 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം? നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. 3 റെസിസ്റ്റേഴ്സിൽ എന്താണ്? 4 ഓം റെസിസ്റ്റർ ഒരു സീരീസ് കണക്ഷൻ ആയിട്ട് വരും. എന്തിന്? ഒരു 6 ഓം ആൻഡ് 3 ഓം റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കണക്ഷൻ. ഓക്കെ, ഈ രീതിയിലാണ് ഈ കണക്ഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് സർക്യൂട്ട് ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി സർക്യൂട്ട് ഗിവൺ ആണ് ആൻഡ് എല്ലാ വാല്യൂസും നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഒരു സർക്യൂട്ട് ഡ്രോ ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സോൾവിങ് ദ സിംപ്ലസ്റ്റ് പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് അറ്റ് ഫസ്റ്റ്. അല്ലെ, ഇതിലെ സിംപ്ലസ്റ്റ് പാർട്ട് ആദ്യം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് വാച്ച് ചെയ്തേ. ഇതിൽ നമുക്ക് ഏതാണ് ആദ്യം സോൾവ് ചെയ്യുന്നത് ബെറ്റർ? ഇതിൽ ഏതാണ് സിംപ്ലസ്റ്റ് പാർട്ട്, അല്ലെങ്കിൽ ഏത് പാർട്ടാണ് ഫസ്റ്റ് സോൾവ് ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിട്ടിരിക്കുക? ഒന്ന് പറഞ്ഞേ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഏതാണ് ചെയ്യേണ്ടത്? ആർക്കും ഒരു ഐഡിയ ഇല്ലേ? ജസ്റ്റ് ലുക്ക് അറ്റ് ദ നെറ്റ്വർക്ക് ഡയഗ്രാം. ഇവിടെ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയുള്ള ഈ പാരലൽ കണക്ഷനെ സോൾവ് ചെയ്ത് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആക്കി മാറ്റിയാൽ ദെൻ നമുക്ക് 2 സീരീസ് റെസിസ്റ്റൻസ് കിട്ടും. അതിന് ജസ്റ്റ് ആഡ് ചെയ്യേ വേണ്ടുള്ളൂ, അല്ലേ? അല്ലാതെ ഇവിടെ ഇപ്പൊ നമുക്ക് സീരീസ് ആദ്യം തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇവിടെ ഇപ്പൊ നമുക്ക് ഏതാണ് ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളത്? ഇവിടെ 6 ഓം ആൻഡ് 3 ഓം റെസിസ്റ്റേഴ്സ് ദേ ആർ കണ്ടക്ടിങ് പാരലൽ, അല്ലേ? അപ്പൊ ഈ പാരലൽ കോമ്പിനേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. യെസ്, ഗുഡ്. പാരലൽ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം, അല്ലേ? അപ്പൊ പാരലൽ ഈ ഒരു ഏരിയ മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഏരിയ മാത്രം കൺസിഡർ ചെയ്യും. അവിടെ എന്താണുള്ളത്? 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 6 ഓം ആൻഡ് 3 ഓം ആണ് അതിന്റെ വാല്യൂസ്. ദേ ആർ കണ്ടക്ടിങ് പാരലൽ, അല്ലേ? അപ്പൊ അവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? അവിടെയുള്ള അത് രണ്ടും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് അതിനെ നോക്കൂ. We see that we have 2 resistors in parallel with each other and the effective resistance of these two in series with the remaining resistor. അല്ലേ, ഇവിടെ 2 resistors parallel ഉണ്ട്. അതിന്റെ effective resistance is in series with the remaining resistor. ആ രീതിയിലാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആ ഒരു 2 പാരലലുള്ള റെസിസ്റ്റൻസിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം അവിടെ എന്ത് വരും? 1/R is equal to എന്തായിരിക്കും? equal to 1/R1 plus 1 resistors plus 1/3. ഓക്കെ, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ 1/R is equal to what? ഇതിനെ സോൾവ് ചെയ്തിട്ട് പറഞ്ഞേ, വേഗം ഒന്ന് പറഞ്ഞേ. ഈ ഒരു പാരലൽ കോമ്പിനേഷൻ ഒന്ന് സോൾവ് ചെയ്തിട്ടൊന്ന് ആൻസർ പറഞ്ഞേ.
സോൾവ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, 1/r is equal to എന്ത് വരും? 1/2 വരും അല്ലെ? അതെങ്ങനെ വരുന്നത്? ഇവിടെ ഇപ്പൊ നമുക്ക് 1/6 plus 1/3 ആണെങ്കിൽ നമുക്ക് LCM നമുക്ക് 6 എടുക്കാം. ദെൻ ഇവിടെ എന്ത് വരും? 6ല് 6 1 times plus 6ല് 3 2 times. So 3/6 വരും. That is equal to 1/2. Okay, 1/r is equal to 1/2 ആണ്. Okay, therefore what is r? R is equal to 2. Okay, അപ്പൊ ഇവിടെ വരുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ്? 2 ohm ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ 6 ohm ആൻഡ് 3 ohmന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, 2 ohm ആണ്. ദെൻ we have to redraw that circuit by using the just calculated equivalent resistance. Okay, എങ്ങനെ redraw ചെയ്യാം? ഇതുപോലെ വരയ്ക്കാം. ഈ 4 ohm അവിടെ തന്നെ റിട്ടേൺ ചെയ്യാം. ദെൻ ഇവിടെ എന്ത് ചെയ്യണം? ആ പാരലൽ കോമ്പിനേഷന് പകരം നമ്മൾ ഇപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് വേണ്ടത്. സോ എന്താണ്? അത് 2 ohm ആണ് അല്ലെ? അതെന്തായിരിക്കും? ഫസ്റ്റ് ഉള്ള ഈ 4 ohm റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടായിരിക്കും. ഓക്കെ, this is 18 volt. This A, this is B. Okay, this is the circuit that we redraw. Okay, ഇവിടെ നോക്കിയേ, ഈ 6 ohm ആൻഡ് 3 ohm പാരലൽ കണക്ഷനിലായിരുന്നു. അതിനെ നമ്മൾ ആ ഒരു കണക്ഷനെ നമ്മൾ സോൾവ് ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ 2 ohm ആണ്. ദാറ്റ്സ് 2 ohm റെസിസ്റ്റൻസ് ഈസ് ഇൻ സീരീസ് വിത്ത് ദ 4 ohm. ഓക്കെ, അപ്പൊ അതിന് ഇതുപോലെ റീഡ്രോ ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഓരോ സ്റ്റെപ്പ് നമ്മൾ സോൾവ് ചെയ്തതിനനുസരിച്ചും എന്ത് ചെയ്യണം? ആ ഒരു സർക്യൂട്ടിനെ നമ്മൾ അപ്പൊ തന്നെ റീഡ്രോ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ 4 ohm ആൻഡ് 2 ohms രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ നോക്കിയേ, 4 ohm ആൻഡ് 2 ohm ആർ ഇൻ സീരീസ് അല്ലെ? സീരീസ് ആണെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്താൽ പോരെ? ഇൻ സീരീസ് കണക്ഷൻ R is equal to or R equivalent is equal to what? R1 plus R2. Okay, here R1 is 4 ohm and R2 is 2 ohm. Therefore finally 6 ohm. Okay, അപ്പൊ നമുക്ക് എന്താ കിട്ടി? 6 ohm കിട്ടി. 6 ohm കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ ആ സർക്യൂട്ട് വീണ്ടും റീഡ്രോ ചെയ്ത് വെക്കാം. 6 ohm. This is 18 volt. Okay, so this is the final equation and equivalent resistance of this circuit എന്താണ്? R equivalent, total R equivalent എന്താണ്? 6 ohm ആണ് അല്ലെ? ഫൈനലി ഒറ്റൊരു റെസിസ്റ്റൻസ് മാത്രം വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പൊ R equivalent ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? We have to analyze the circuit and find the simplest part. Okay, here നമ്മൾ പാരലൽ കണക്ഷനുള്ള 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 6 ohm 3 ohm. സോ ഫസ്റ്റ് നമ്മൾ അതിനെയാണ് സോൾവ് ചെയ്യുന്നത്. അതിനെ സോൾവ് ചെയ്ത് ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് വാല്യൂ 2 ohm കിട്ടി. ദെൻ ആ 2 ohm വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്ത് വെക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ഇനി ഈ റീഡ്രോ ചെയ്ത സർക്യൂട്ടിനെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിനെ പിന്നെ നമ്മൾ നോക്കണ്ട. റീഡ്രോ ചെയ്ത് സർക്യൂട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 2 ohm റെസിസ്റ്റൻസും 4 ohm റെസിസ്റ്റൻസും ആണ്. സോ നമുക്ക് ഈ ഒരു ഗിവൺ എക്സാമ്പിളിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടോ? സിമ്പിൾ എക്സാമ്പിൾ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് ഈ PPT ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ ഞാൻ പറയുന്നത് ഈ മൊഡ്യൂൾ നമ്മൾ കുറേ ന്യൂമറിക്കൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു നോക്കുക. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒന്നോ രണ്ടോ എക്സാമ്പിൾ മാത്രം നോക്കിയോണ്ട് മനസ്സിലാവില്ല. കുറേ എക്സാമ്പിൾസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക.
ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, അപ്പൊ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറെ എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാനും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോട്ടിൽ തരാം, അപ്പൊ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞത് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? കമ്പൈൻ ദ ടു റെസിസ്റ്റേഴ്സ് ദാറ്റ് ആർ ഇൻ പാരലൽ. അതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്തത്. ഓക്കെ, 6 ohm and 3 ohm റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്, അതിനെ കമ്പൈൻ ചെയ്തു. ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 2 ohm ആണ്. സോ ഈ സർക്യൂട്ട് നമ്മൾ റീഡ്രോ ചെയ്ത് ഇതുപോലെ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കമ്പൈൻ ദ ടു സീരീസ് റെസിസ്റ്റേഴ്സ്. ഈ 4 ohm 2 ohm കമ്പൈൻ ചെയ്തു. ഫൈനലി ഇതുപോലെ 6 ohm റെസിസ്റ്റർ ഒബ്റ്റെയിൻ ചെയ്തു. കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഇതായിരുന്നു സർക്യൂട്ട്, അതിൽ 6 ohm 3 ohm നമ്മൾ പാരലൽ കണക്ഷൻ ചെയ്തു, 2 ohm കിട്ടി. അതിനെ വെച്ച് നമ്മൾ സർക്യൂട്ട് റീഡ്രോ ചെയ്തു. ഹിയർ അഗെയിൻ 4 ohm and 2 ohm ആർ ഇൻ സീരീസ്, സോ അതിനെ കമ്പൈൻ ചെയ്തു, നമുക്ക് 6 ohm കിട്ടി. വേർ 6 ohm is the equivalent resistance of the circuit. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വേറൊരു ക്വസ്റ്റ്യൻ കൂടി അത് ചോദിച്ചിരുന്നു. എന്താണ്? ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓക്കെ, അപ്പം ആ ഓരോ റെസിസ്റ്ററിലും കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ, സർക്യൂട്ട് നമുക്ക് ഫൈനലി കിട്ടിയ സർക്യൂട്ട് ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? എത്രയാണോ വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്, നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പൊ ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആ സർക്യൂട്ടിന്റെ ടോട്ടൽ വോൾട്ടേജ് V is equal to 18 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് R ഇക്വലന്റ് നമ്മൾ കണ്ടുപിടിച്ചു 6 ohm ആണ്. ഓക്കെ, ദെൻ അതിന്റെ ടോട്ടൽ കറണ്ട് ആയി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ ബൈ യൂസിങ് ഓംസ് ലോ? എന്തായിരിക്കും? According to Ohm's law, I is equal to what? I is equal to V by R. Okay, where V is 18 volt and R is 6 ohm. Okay, but that then what is the current? Total current that flows through the circuit is 3 ampere. 18 by 6, 3 ampere. Okay, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, 3 ampere current is flowing in this circuit. Okay, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. Current through this effective resistor is given by I is equal to V by R effective അല്ലെങ്കിൽ R equivalent, that is 18 by 6 ampere, sorry 18 by 6 ohm, that is equal to 3 amperes. Okay, then the current through the resistor in the intermediate circuit of step 1 is also 3 ampere with the voltage drop across the individual resistors being given by. Okay, അപ്പോൾ നമുക്ക് total current passing through the circuit കിട്ടി, that is 3 ampere. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിലുള്ള ആ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇതല്ലേ സെക്കൻഡ് സ്റ്റെപ്പിലെ സർക്യൂട്ട്? 4 ohm and 2 ohm ആർ കണ്ടക്ട് ഇൻ സീരീസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് കണക്റ്റഡ് ആണ്. സോ രണ്ട് റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? സെയിം ആയിരിക്കും അല്ലെ? ഫ്ലോ ചെയ്യുന്ന എന്താണ്? 4 ohm 2 ohm കൂടെ ഫ്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നിരിക്കുന്ന സർക്യൂട്ട് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തന്നിരിക്കുന്ന സർക്യൂട്ട് നമ്മൾ ഫസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ ഇതുപോലെയായിരുന്നു അല്ലെ? അപ്പൊ ക്വസ്റ്റ്യനിൽ ഈ ഈച്ച് റെസിസ്റ്ററിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ 4 ഓമിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് മനസ്സിലായി, എത്രയാണ്? 3 ആംപിയർ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 6 ohm റെസിസ്റ്റർ ആൻഡ് 3 ohm റെസിസ്റ്റർ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 4 ഓമിന്റെ കേസ് ഓക്കെ ആയി, 3 ആംപിയർ ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി 6 ohm ആൻഡ് 3 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വരെ എത്തുന്ന ആ ഒരു പോയിന്റ് സി വരെ എത്തുന്ന കറണ്ട് എത്രയായിരിക്കും? 3 ആംപിയർ ആയിരിക്കും അല്ലെ? 4 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് 3 ആംപിയർ ആണെങ്കിൽ ദിസ് പോയിന്റ് സി, ഈ പോയിന്റ് സിയിലേക്ക് എത്തുന്ന കറണ്ട് എത്രയായിരിക്കും?
3 ആംപിയർ ആയിരിക്കും. ഓക്കെ, 3 ആംപിയറിൽ എത്തിയ കറണ്ട് ഇവിടുന്ന് 2 ബ്രാഞ്ചസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ ആ ഒരു കറണ്ട് വാല്യൂ കണ്ടുപിടിക്കാം? ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ഈ 6 ഓമിനും 3 ഓമിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ടോട്ടൽ വോൾട്ടേജ് ആണ് 18. ഓക്കെ, ആ 18 എന്നുള്ള വോൾട്ടേജ് 4 ഓമിനും ഈ പാരലൽ കോമ്പിനേഷൻ ഓഫ് 6 ഓം ആൻഡ് 3 ഓമിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോവുക. അവിടെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് ഡിഫറൻസ് അക്രോസ് 6 ഓം ആൻഡ് 3 ഓം റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം അതിൽ കൂടിയുള്ള വോൾട്ടേജ്, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലായി കഴിഞ്ഞാൽ, then by using Ohm's law we can easily find out what is the current flowing through each resistor. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ നമ്മൾ നേരത്തെ വന്ന സർക്യൂട്ട്സ് വീണ്ടും തിരിച്ച് ബാക്കോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഡ്രോ ചെയ്ത സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ 6 ഓം ആൻഡ് 3 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഡ്രോ ചെയ്ത ഫിഗർ. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഡ്രോ ചെയ്ത ഫിഗർ. അപ്പൊ ഇവിടെ 4 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് 3 ആംപിയർ ആണ്. അത് ഓൾറെഡി നോൺ ആണ്. ഓക്കെ, 4 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 3 ആംപിയർ ആണ്. സോ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാലോ. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, കറണ്ട് ഉണ്ട്. സോ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? I 3 ആംപിയർ, റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വോൾട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ 4 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 12 വോൾട്ട് കിട്ടി. ഓക്കെ, ടോട്ടൽ എത്രയായിരുന്നു? 18 വോൾട്ട് ആയിരുന്നു. സോ 18 വോൾട്ടിന് 12 മൈനസ് ചെയ്താലുള്ള ബാക്കി വോൾട്ടേജ് ആയിരിക്കും എന്ത്? ആ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന് അക്രോസ് ഉണ്ടാകുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 18 വോൾട്ട് ആണ് ടോട്ടലി കൊടുക്കുന്നത്. ബട്ട് എന്ത് ചെയ്തു? ആ 18 വോൾട്ട് 12 വോൾട്ട് ആണ് 4 ഓമിന് അക്രോസ് കിട്ടുന്നത്. ആൻഡ് റിമൈനിങ് 6 വോൾട്ട് ആണ് ഈ 2 ഓം റെസിസ്റ്ററിന് കിട്ടുന്നത്. ഈ 2 ഓം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാരലൽ കോമ്പിനേഷൻ ഓഫ് 6 ഓം ആൻഡ് 3 ഓം ആയിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ആ വോൾട്ടേജ് സ്പ്ലിറ്റ് അപ്പ് മനസ്സിലാക്കി. ഇനി വോൾട്ടേജ് കിട്ടിയാൽ നമുക്ക് ഡയറക്ട്ലി അതിന് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ 6 ഓം ആണ്. ഇവിടെ 6 ഓം ആൻഡ് 3 ഓം റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ 6 വോൾട്ട് ആണ് ഈ 6 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ആ ഒരു 6 ഓം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I6 ഓം ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? I ഈസ് ഈക്വൽ ടു V/R ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ഓക്കെ, 1 ആംപിയർ അവിടെ കിട്ടി. ഇനി കറണ്ട് ത്രൂ 3 ഓം റെസിസ്റ്റർ ആണെങ്കിലോ, കറണ്ട് ത്രൂ 3 ഓം റെസിസ്റ്റർ ഇവിടെ എത്രയാണ് വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 6/3, that is equal to 2 ആംപിയർ. റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയറും റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2 ആംപിയറും. ഓക്കെ, ഈ 4 ഓം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് 3 ആംപിയർ. നോക്കി, ഈ 3 ആംപിയർ ഈ പോയിന്റ് സിയിൽ റീച്ച് ചെയ്തു. അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 ബ്രാഞ്ചസിലേക്ക് ഫ്ലോ ചെയ്യുന്നു. 6 ഓം ബ്രാഞ്ചിലേക്ക് 1 ആംപിയറും റിമൈനിങ് 2 ആംപിയർ 3 ഓം ബ്രാഞ്ചിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് I6 ഓം കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 ആംപിയറിന് I6 ഓമിന്റെ വാല്യൂ മൈനസ് ചെയ്താൽ മതി അല്ലേ? കാരണം 2 ബ്രാഞ്ചസേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഈ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഓംസ് ലോ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ?
ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടോ? Any doubts? ഓക്കെ, വൺസ് മോർ എക്സ്പ്ലെയിൻ ചെയ്യണോ? ടോട്ടൽ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണോ അല്ല ഈ കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണോ? ഈ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോൾ ഓഡിബിൾ ആണോ? ഹലോ, ഇപ്പൊ ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിവൺ നെറ്റ്വർക്ക്. ഓക്കെ, ഈ ഗിവൺ നെറ്റ്വർക്കിൽ 4 ohm റെസിസ്റ്റർ ഉണ്ട്. ഓൾസോ ആ 4 ohm റെസിസ്റ്റർ ഈസ് ഇൻ സീരീസ് വിത്ത് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 6 ohm ആൻഡ് 3 ohm. ഓക്കെ, ദിസ് ഇസ് എ സർക്യൂട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. അതാണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഈ ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു ടേക്ക് ദ ലാസ്റ്റ് ഫിഗർ, ഓക്കെ, which contains only the voltage source and the equivalent resistance. ഓക്കെ, ഇതാണ് നമ്മൾ ഫൈനലി കിട്ടിയിരിക്കുന്ന സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട്, ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസും ഉണ്ട്. ഒറ്റൊരു റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളൂ. സോ ഈ ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാലോ. what will be the current? 18 വോൾട്ടും ഉണ്ട്, 6 ഓമും ഉണ്ട്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും?
ഒന്ന് പറഞ്ഞേ. By using Ohm's law, what is I? I is equal to V by R. Okay. And what is the value of V here? This is 18. So 18 by R equivalent or 6 ohm. So 18 by 6. That is equal to what? Okay. 2 ampere. ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നിഹാരിക. 18/6 അല്ലേ വരുന്നേ? 3 6 R അല്ലേ 18? ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. V by R ആണ്. V is equal to 18 ആണ്. R is equal to 6 ആണ്. Okay, good. So 3 ampere. Okay, 3 ampere is the answer. That is the total current flowing in the circuit. Okay, ഈ ഒരു സർക്യൂട്ട് ശരിക്കും ഈ ഒരു സർക്യൂട്ടിന് ഇക്വലന്റ് ആണ്. ഇവിടെയുള്ള ഈ 3 റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആക്കി മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയാണ്? 3 ആംപിയർ ആണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പൊ കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എത്ര ആംപിയർ? 3 ആംപിയർ. ഓക്കെ, അപ്പൊ 3 ആംപിയർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് നമുക്ക് കണ്ടുപിടിക്കണം? ഈ ഓരോ റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് 3 ആംപിയർ. ഇനി ഈച്ച് റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയേ, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഇപ്പൊ കണ്ടുപിടിച്ച 3 ആംപിയർ. This is 3 ampere. So that 3 ampere current itself flowing through 4 ohm resistor also. അല്ലേ? ഈ 3 ആംപിയർ തന്നെയല്ലേ ഈ 4 ohm റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് അപ് ടു എ പോയിന്റ് സി. ഈ സി എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നവരെ 3 ohm റെസിസ്റ്റർ 3 ആംപിയർ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് പാസിംഗ് ത്രൂ 4 ohm റെസിസ്റ്റർ, നമുക്ക് അതിനെ I4 ohm എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, കറണ്ട് ഫ്ലോയിങ് ത്രൂ 4 ohm റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു വാട്ട്? 3 ആംപിയർ. അത് ക്ലിയർ ആണോ? ഈ 4 ohmൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 3 ആംപിയർ ആണെന്നുള്ളത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഈ ഒരു 4 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 3 ആംപിയർ ആണ്. കാരണം ഇതിൽ ടോട്ടൽ കറണ്ട് 3 ആംപിയർ. യെസ്, ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ബ്രാഞ്ചസിൽ കൂടിയുള്ള കറണ്ട് നമുക്ക് നെക്സ്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടൈം ആയില്ലേ, നമുക്ക് 5th അവർ ഉണ്ട്, അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്ന് വേഗം നിങ്ങളുടെ അറ്റൻഡൻസ് പറഞ്ഞേ. എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തോ, ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15